മിശിഹായിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, ഷ്വൻസ്റ്റാട്ട് ദൂതിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും ഏറ്റവും ഹൃദ്യമായ സ്വാഗതം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 60 മുതൽ 68 വരെയുള്ള തിരുവചനങ്ങൾ. ഇത് കേട്ട് അവൻ്റെ ശിഷ്യന്മാർ പലരും പറഞ്ഞു, ഈ വചനം കഠിനമാണ്, ഇത് ശ്രവിക്കാൻ ആർക്ക് കഴിയും? തൻ്റെ ശിഷ്യന്മാർ പിറുപിറുക്കുന്നു എന്ന് മനസ്സിലാക്കി യേശു അവരോട് ചോദിച്ചു, ഇത് നിങ്ങൾക്ക് ഇടർച്ച വരുത്തുന്നുവോ? അങ്ങനെയെങ്കിൽ മനുഷ്യപുത്രൻ ആദ്യമായിരുന്നിടത്തേക്ക് ആരോഹണം ചെയ്യുന്നത് നിങ്ങൾ കണ്ടാലോ? ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. നിങ്ങളോട് ഞാൻ പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. എന്നാൽ വിശ്വസിക്കാത്തവരായ നിങ്ങളിൽ ചിലരുണ്ട്. അവർ ആരെന്നും തന്നെ ഒറ്റിക്കൊടുക്കാനിരിക്കുന്നവൻ ആരെന്നും ആദ്യം മുതലേ അവൻ അറിഞ്ഞിരുന്നു. അവൻ പറഞ്ഞു, ഇതുകൊണ്ടാണ് പിതാവിൽ നിന്ന് വരം ലഭിച്ചാലല്ലാതെ എൻ്റെ അടുക്കലേക്ക് വരാൻ ആർക്കും സാധിക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഇതിനുശേഷം അവൻ്റെ ശിഷ്യന്മാർ വളരെ പേർ അവനെ വിട്ടുപോയി. അവർ പിന്നീട് ഒരിക്കലും അവൻ്റെ കൂടെ നടന്നില്ല. യേശു 12 പേരോടായി ചോദിച്ചു, നിങ്ങളും പോകാൻ ആഗ്രഹിക്കുന്നുവോ? ശിമയോൻ പത്രോസ് മറുപടി പറഞ്ഞു, കർത്താവേ, ഞങ്ങൾ ആരുടെ അടുത്തേക്ക് പോകും? നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കലുണ്ട്. നീ ആണ് ദൈവത്തിൻ്റെ പരിശുദ്ധൻ എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും അറിയുകയും ചെയ്തിരിക്കുന്നു. യേശു അവരോട് പറഞ്ഞു, നിങ്ങൾ 12 പേരെ ഞാൻ തിരഞ്ഞെടുത്തില്ലേ? എന്നാൽ നിങ്ങളിൽ ഒരുവൻ പിശാചാണ്. അവൻ ഇത് പറഞ്ഞത് ശിമയോൻ ഇസ്കറിയോത്തയുടെ മകനായ യൂദാസിനെ കുറിച്ചാണ്. എന്തെന്നാൽ 12 പേരിലായ ഒരുവനായ അവനാണ് യേശുവിനെ ഒറ്റിക്കൊടുക്കാനിരുന്നത്. നമ്മുടെ കർത്താവായ മിശിഹായിക്ക് സ്തുതി. മിശിഹായിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, ഈശോ പറയുകയാണ്, തൻ്റെ കൂടെ നടക്കാൻ എല്ലാവർക്കും സാധിക്കുകയില്ല. തൻ്റെ ജീവിത ആശയങ്ങൾ അത് പ്രാവർത്തികമാക്കി തൻ്റെ കൂടെ നടക്കുക എന്ന് പറഞ്ഞാൽ ജീവൻ്റെ അപ്പമായി തീരുക, ശുശ്രൂഷയുടെ പാതയിലൂടെ നടക്കുക, മറ്റുള്ളവർക്ക് മോചനദ്രവ്യമായി തീരുക, തന്നെ ബലിയായി നൽകുക. ഇതെല്ലാവർക്കും പറ്റുന്ന ഒരു കാര്യമല്ല എന്ന് വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്ന സുവിശേഷ ഭാഗമാണ്. അതുകൊണ്ട് കുറേ പേര് സുവിശേഷകൻ രേഖപ്പെടുത്തുന്ന പോലെ അവനെ വിട്ടുപോയി. അവൻ ശിഷ്യന്മാരോട് ചോദിച്ചു, നിങ്ങൾക്കും പോകണോ? അപ്പോൾ പത്രോസ് മറുപടി പറഞ്ഞു, ഞങ്ങൾ എവിടേക്ക് പോകും? നിത്യജീവന്റെ വചസ്സുകൾ നിന്റെ പക്കലുണ്ട്. പ്രിയമുള്ളവരെ, നമ്മൾ എവിടേക്ക് പോകും? നിത്യജീവന്റെ വചസ്സുകൾ കർത്താവിൻ്റെ സന്നിധിയിലാണ്. നമുക്ക് കർത്താവിനോട് ചേർന്ന് നിൽക്കാൻ പരിശ്രമിക്കാം. നിത്യജീവന്റെ വചസ്സുകൾ തമ്പുരാന്റെ സന്നിധിയിലുണ്ട് എന്നുള്ള വലിയ ബോധ്യം നമുക്ക് ഉൾക്കൊള്ളാം. അങ്ങനെ തമ്പുരാനോട് ചേർന്ന് നിന്നുകൊണ്ട് തമ്പുരാനെ പോലെ എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ തന്നെ പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കാൻ ആഹ്വാനം ചെയ്ത ആ തമ്പുരാന്റെ കുരിശിൻ്റെ പാതയിലൂടെ മുന്നേറുവാൻ നമുക്ക് പ്രതിജ്ഞയെടുക്കാം. നമുക്ക് പ്രായോഗികമായിട്ട് ഇന്നേ ദിവസം നമുക്ക് തീരുമാനമെടുക്കാം. നിത്യജീവന്റെ വചസ്സുകളുള്ള കർത്താവിനോട് ചേർന്നുള്ള ഒരു ജീവിതമായിരിക്കും എൻ്റേതും എൻ്റെ കുടുംബത്തിൻ്റേതും. നമുക്ക് കർത്താവിൽ ആശ്രയിക്കാം. പ്രസാദപരനാഥ നമ്മെ സഹായിക്കട്ടെ. ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ.